ആവേശമായ മൂന്നിയൂർ കോഴിക്കളിയാട്ടം. ലോകകപ്പ് ഫുട്ബോൾ ആരവങ്ങളും കളിയാട്ടത്തിന് മിഴിവേകി. മലബാറിലെ ക്ഷേത്രോത്സവങ്ങൾക്ക് സമാപനം കുറിച്ചുകൊണ്ട് നടക്കുന്ന പ്രസിദ്ധമായ മൂന്നിയൂർ കളിയാട്ടക്കാവ് അമ്മാഞ്ചേരി ഭഗവതി ക്ഷേത്രത്തിൽ നടക്കുന്ന ഉത്സവത്തിന്റെ പ്രധാന ഉത്സവമായ കോഴിക്കളിയാട്ട മഹോത്സവത്തിൽ പതിനായിരങ്ങളാണ് പങ്കെടുത്തത്. വിവിധ ദേശക്കാരുടെ വകയായ പൊയ്ക്കുതിരകളുമായി കാവിലെത്തി അമ്മയ്ക്ക് സമർപ്പിക്കലും കോഴിക്കുരുതിയുമാണ് പ്രധാന ചടങ്ങുകൾ. മലയാള മാസം ഇടവം 1 കളിയാട്ടം കാപ്പൊലിക്കൽ ചടങ്ങോടെ കളിയാട്ട മഹോത്സവത്തിന് തുടക്കമാകും. തുടർന്നുള്ള ദിവസങ്ങളിൽ രാത്രി പൂജയും ഉത്സവവുമാണ്. കളിയാട്ടം കാപ്പൊലിച്ച് 10ാം ദിവസം വരുന്ന വെള്ളിയാഴ്ചയാണ് പ്രധാന പകൽ ഉത്സവമായ കോഴിക്കളിയാട്ട മഹോത്സവം നടക്കുന്നത്. കോഴിക്കളിയാട്ട മഹോത്സവ ദിനത്തിൽ മലബാറിലെ വിവിധ ജില്ലകളിൽ നിന്നായി പതിനായിരങ്ങളാണ് ഉത്സവത്തിൽ പങ്കെടുക്കാറ്. മുളയും കുരുത്തോലയും കൊണ്ട് നിർമ്മിച്ച പൊയ്ക്കുതിര വരവാണ് കളിയാട്ടത്തിലെ പ്രധാന ആകർഷണീയത. വിവിധ ദേശങ്ങളിൽ വീടാന്തരം പൊയ്ക്കുതിരയുമായി കളിയാട്ടത്തിന്റെ വരവറിയിച്ച ശേഷമാണ് ഇവ കാവിലെത്തുന്നത്. മതസൗഹാർദ്ദത്തിന്റെ പേര് കേട്ടതാണ് കോഴിക്കളിയാട്ട മഹോത്സവം. പൊയ്ക്കുതിരകളുമായി കാവിലെത്തുന്നതിന് മുമ്പ് മമ്പുറം മഖാം പള്ളിയിലും മുട്ടിച്ചിറ പള്ളിയിലും ദർശനം നടത്തി അനുഗ്രഹം വാങ്ങിയ ശേഷമാണ് പല ദേശക്കാരും കളിയാട്ട കാവിലെത്തുന്നത്. ദേവി ചിത്രങ്ങൾക്ക് പുറമെ മുസ്ലിം ക്രിസ്ത്യൻ പ്രതീകങ്ങളടങ്ങുന്ന ഒട്ടേറെ പൊയ്ക്കുതിരകളുമായി വിവിധ ദേശക്കാർ എത്തിയത് നാടിന്റെ മതസൗഹാർദ്ദ സന്ദേശം ഉയർത്തുന്നതായി. ലോകകപ്പിന്റെ ആരവങ്ങളും കളിയാട്ട കാവിലെത്തിയിരുന്നു. വിവിധ രാജ്യങ്ങളുടെ കൊടികളുമായാണ് ഫുട്ബോൾ ആരാധകർ പൊയ്ക്കുതിരകളെ അനുഗമിച്ചെത്തിയത്. കൂടാതെ വഴിപാടായി ദേവിക്ക് ബലിതർപ്പണമായി കോഴിക്കുരുതിയും കാവിൽ നടന്നു. പുലർച്ചെ സാംഭവ മൂപ്പന്റെ പൊയ്ക്കുതിര കാവു തീണ്ടിയതോടെയാണ് ചടങ്ങുകൾക്ക് തുടക്കമായത്. പിന്നീട് മറ്റ് കുതിര സംഘങ്ങളും കാവിലെത്തി ആൽത്തറ പ്രദക്ഷിണം കഴിഞ്ഞ് അമ്പലത്തിലെ പ്രദക്ഷിണവും കഴിഞ്ഞ് പൊയ്ക്കുതിരകളെ ദേവിക്ക് സമർപ്പിച്ച ശേഷമാണ് വിവിധയിടങ്ങളിൽ നിന്നും വന്ന ദേശക്കാർ കാവ് വിടുന്നത്. കളിയാട്ട മഹോത്സവത്തോടനുബന്ധിച്ച് ശക്തമായ സുരക്ഷാ സംവിധാനങ്ങളാണ് അധികൃതർ ഒരുക്കിയിരുന്നത്. ജില്ലയിലെ വിവിധ സ്റ്റേഷനുകളിൽ നിന്നായി 300-ലേറെ പോലീസുകാരെയും മറ്റ് വളണ്ടിയർമാരെയും വിന്യസിച്ചിരുന്നു. കൂടാതെ ട്രാഫിക് നിയന്ത്രണവും ഏർപ്പെടുത്തിയിരുന്നു. താനൂർ ഫയർഫോഴ്സിന്റെ നേതൃത്വത്തിൽ റെസ്ക്യൂ ടീം, സേവാഭാരതിയുടെ നേതൃത്വത്തിലുള്ള മെഡിക്കൽ ടീം എന്നിവ പ്രവർത്തിച്ചു. ക്ഷേത്രം കമ്മിറ്റി ഒരുക്കിയ സൗജന്യ കഞ്ഞി വിതരണവും കുടിവെള്ള വിതരണവും ഉത്സവത്തിനെത്തിയവർക്കേറെ ആശ്വാസമായി. ഇനി 4 ദിവസം കൂടി നടക്കുന്ന രാത്രി ഉത്സവത്തോടെ ഈ വർഷത്തെ ക്ഷേത്രോത്സവങ്ങൾക്ക് സമാപ്തിയാകും. കളിയാട്ട മഹോത്സവം ഒരു കാർഷിക ഉത്സവം കൂടിയാണ്. വിവിധ കാർഷിക ഉൽപ്പന്നങ്ങളും വിത്തുകളും കാർഷിക ഉപകരണങ്ങളും ഉണക്ക മത്സ്യങ്ങളുമടക്കം ഉപ്പ് തൊട്ട് കർപ്പൂരം വരെയുള്ള സാധനങ്ങളും ഇവിടെ ലഭിക്കുമെന്നതും കളിയാട്ട മഹോത്സവത്തിന്റെ പ്രത്യേകതയാണ്. മെമ്പർമാരുടെ നിക്ഷേപങ്ങൾക്ക് ഉയർന്ന ലാഭവിഹിതം നൽകുന്ന കേന്ദ്ര സർക്കാർ സഹകരണ സ്ഥാപനം ഭാരത് ലജ്ന മൾട്ടി സ്റ്റേറ്റ് ഹൗസിംഗ് കോഓപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡ്, പരപ്പൂർ റോഡ്, കോട്ടക്കൽ. ഫോൺ 9946999976.